ഹലോ, അമ്മ ഫ്ലാറ്റിലില്ലാതിരിക്കുന്ന മൺഡേയ്സിലെ എൻ്റെ മോർണിംഗ് റൂട്ടീനാണ് കേട്ടോ ഇത്. ഞാൻ നേരെ അടുക്കളയിലേക്കാണ് പോവുക. തലേ ദിവസം തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും ചോറ്, അതൊന്നും കൂടെ ഒന്ന് തിളപ്പിക്കാൻ വെക്കും. അത് കഴിഞ്ഞ് എൻ്റെ ബ്രഷ് ചെയ്യലൊക്കെ കഴിയുന്ന ഗ്യാപ്പിൽ വേവിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ നേരെ അത് കുക്കറിൽ വെക്കും. അതിന് ശേഷമാണ് ഞാൻ ബ്രഷ് ചെയ്യാനൊക്കെ തുടങ്ങുക കേട്ടോ. വിളക്ക് കൊളുത്താൻ പറ്റുന്ന സമയമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ബ്രഷ് ചെയ്യലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വിളക്ക് കൊളുത്തും. അത് കഴിഞ്ഞിട്ടാണ് ബാക്കി പരിപാടികളൊക്കെ ചെയ്യുക. ഞാനിതാ ബ്രഷൊക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ കുക്കറൊക്കെ വിസിൽ വന്ന് വിളിച്ചിട്ടുണ്ടായിരിക്കും. അത് കഴിഞ്ഞ് പാല് പുറത്ത് വന്നിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ പാലൊക്കെ എടുത്ത് കൊണ്ടുവന്ന് ജുഗുനുള്ള പാല് റെഡിയാക്കണം. അപ്പം അതിൻ്റെ ഇടയിൽ ഒരു 6:30-7 ആകുമ്പോഴേക്കേ ഞാൻ വാതിലൊക്കെ തുറക്കുള്ളൂ. കാരണം ഇനി കൊതുക് ശല്യം ഉണ്ടാവണ്ട വിചാരിച്ചിട്ട്. ആസ്വദിക്കാനുള്ള സമയമൊന്നും ഉണ്ടാവില്ല, തണുപ്പും പച്ചപ്പൊക്കെ. എന്തായാലും ഒന്ന് തുറന്നിടും. അതൊക്കെ കഴിഞ്ഞിട്ട് ക്ലീനിങ്, സിങ്കും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഗ്യാപ്പിലൊന്ന് ക്ലീൻ ചെയ്യും. അതിനുശേഷം ജുഗുനുള്ള പാലും സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി വയ്ക്കലുണ്ട്. അത് കഴിഞ്ഞ് പാലുണ്ടാക്കുക, ചായ ഉണ്ടാക്കുക. അപ്പോൾ ചായ അതിൻ്റെ ഇടയിൽ 2 സിപ്പ് ഞാൻ എടുക്കാറുണ്ട്, കുടിക്കാറുണ്ട്. അത് കഴിഞ്ഞ് ജുഗുനുവിന് സെപ്പറേറ്റ് ആയിട്ടൊന്ന് നമ്മുടെ ഉപ്പേരിയൊക്കെ ഒന്ന് റെഡിയാക്കാനുണ്ട്. അപ്പം അതൊക്കെ ഉണ്ടാക്കും. പിന്നെ അത് കഴിഞ്ഞ് സൂര്യചേട്ടൻ എണീറ്റ് വന്നപ്പോൾ ഞാൻ നാളികേരം ചിരകിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് നാളികേരം പൊളിച്ച് തരാനും അതിനൊക്കെയുള്ള ഹെൽപ്പൊക്കെ സൂര്യചേട്ടൻ ചെയ്തു തരാറുണ്ട് കേട്ടോ. പിന്നെ ജുഗുനുള്ള സ്നാക്ക് റെഡിയാക്കൽ സൂര്യചേട്ടനാണ്. പിന്നെ ഞാനിതേ ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉപ്പേരി ഉണ്ടാക്കുക. അപ്പോൾ മുതിരുപ്പേരി. പിന്നെ തലേ ദിവസം ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ ഓൾറെഡി മോര് ചൂട്ടാൻ ഉണ്ടാക്കിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം അതും ഉണ്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ജുഗുനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി, ജുഗുനൂനെയും റെഡിയാക്കി. പിന്നെ എങ്ങനെയൊക്കെയോ ചെറിയൊരു മടിയുണ്ട് രാവിലെ ജുഗുനുവിന്. എന്നിട്ട് ജുഗുനുവിനെ തട്ടിപ്പൊത്തി സ്കൂളിൽ വിട്ട് ഞാൻ ഓഫീസിലും പോയി.